വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 30 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. സ്വമേധയ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എന്റെ വിധി നീതിപൂർവകവുമാണ്. കാരണം എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എന്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. എന്നെക്കുറിച്ചുള്ള അവന്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാന്റെ അടുത്തേക്ക് ആളയച്ചു. അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവന്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു. എന്നാൽ യോഹന്നാന്റേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ. പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളാണിന്ന് നമ്മുടെ ധ്യാന വിഷയം. സമ്പൂർണമായി പിതാവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന യേശു. സ്വന്തം ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം അന്വേഷിക്കുന്ന യേശു പറയുകയാണ്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നില്ല. എന്നെ സാക്ഷ്യപ്പെടുത്തുന്ന 3 തരം ആളുകളുണ്ട്, അല്ലെങ്കിൽ 3 തരത്തിലുള്ള സാക്ഷ്യങ്ങൾ എന്നെക്കുറിച്ചുണ്ട്. ഒന്ന്, സ്നാപക യോഹന്നാൻ നൽകുന്ന സാക്ഷ്യം. സത്യത്തിന് സാക്ഷ്യം നൽകാൻ അയക്കപ്പെട്ട സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം. യേശു പറയുകയാണ്, ഇതെല്ലാം നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. യോഹന്നാൻ നൽകിയ സാക്ഷ്യം സ്വീകരിക്കണം എന്ന് നിങ്ങളോട് പറയുന്നത് എന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല, നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അത് സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമായ കാര്യമാണ്. യോഹന്നാൻ വലിയവനായിരുന്നു, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. പക്ഷേ യോഹന്നാന്റെ സാക്ഷ്യത്തെക്കാൾ വലിയ ഒരു സാക്ഷ്യം യേശുവിനുണ്ട് എന്ന് യേശു പറയുന്നു. അത് പിതാവിന്റെ സാക്ഷ്യമാണ്. തന്നെ അയച്ച പിതാവ് തന്നെ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. അതായത് യേശു ചെയ്യുന്ന പ്രവൃത്തികൾ പിതാവ് യേശുവിനെ അയച്ചു എന്നതിന് സാക്ഷ്യം നൽകുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ യേശുവിനെ കുറിച്ച് സാക്ഷിക്കുന്നു. ഈ സാക്ഷ്യങ്ങളെല്ലാം ഉണ്ടായിട്ടും യേശു പറയുകയാണ്, എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. സാക്ഷ്യങ്ങൾ പലതരത്തിലുണ്ടായിട്ടും യേശുവിനെ വിശ്വസിക്കാനോ യേശുവിൻ്റെ പക്കലേക്ക് വരുവാനോ യേശു നൽകുന്ന രക്ഷ സ്വീകരിക്കാനോ യേശു നൽകുന്ന ജീവൻ സ്വീകരിക്കാനോ സാധിക്കാത്ത ഒരു ജനം. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. എല്ലാ വെളിപാടുകളും ഉണ്ടായിട്ടും എല്ലാ സാക്ഷ്യവും നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടും യേശുവിലേക്ക് വരുവാൻ, യേശുവിൽ വിശ്വസിക്കുവാൻ, അവിടുന്നുമായി ആഴമായ വ്യക്തിബന്ധത്തിലാകുവാൻ ഇനി നാം വിസമ്മതിക്കുന്നുണ്ടോ? അതോ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ വിശ്വാസത്തോടെ അവിടത്തേക്ക് അടുത്തു വരുവാനും അവിടത്തോട് വരുവാനും അവിടത്തോട് ചേർന്ന് ഒന്നായി തീരുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും വിശകലനം ചെയ്യാം. ഈ സാക്ഷ്യങ്ങളൊക്കെ നാം എങ്ങനെ സ്വീകരിക്കുന്നു? അവയോട് എങ്ങനെ പ്രത്യുത്തരിക്കുന്നു? സാക്ഷ്യങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇവയോടുള്ള നമ്മുടെ പ്രത്യുത്തരമാണ് ഏറ്റവും പ്രധാനം. ദൈവിക വെളിപാടുകളോട് പൂർണ്ണ വിശ്വാസത്തോടെ പ്രത്യുത്തരിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.